റിപ്പോർട്ട് ബ്രേക്കിംഗ്. CPI പാർട്ടി കോൺഗ്രസിന്റെ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടറിന് പല സംസ്ഥാന ഘടകങ്ങളും പാർട്ടി വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കുന്നില്ലെന്ന് റിപ്പോർട്ടിൽ വിമർശനം. അത് സത്യമാണ്. വ്യക്തികളുടെ പേരിലുള്ള സ്വത്തുക്കൾ പാർട്ടിയുടെ പേരിലേക്ക് മാറ്റണം. ചിലർ പാർട്ടി വിരുദ്ധമായി സമൂഹമാധ്യമ പോസ്റ്റ് ഇടുന്നു എന്നും വിമർശനമുണ്ട്. അതേസമയം പ്രായപരിധി ഇളവിൽ CPI ജനറൽ സെക്രട്ടറി D. രാജ ഉത്തരേന്ത്യൻ സംസ്ഥാന ഘടകങ്ങളുടെ പിന്തുണ തേടിയിട്ടുണ്ട്. ഇളവ് നൽകരുതെന്ന കർശന നിലപാടിലാണ് കേരള ഘടകം. ആദിൽ പാലോട് ചണ്ഡീഗഡിൽ നിന്നും തത്സമയം ചേരുന്നു. ആദിൽ പാലോട്, വെരി ഗുഡ് മോർണിംഗ്. രാവിലെ എങ്ങനെയാണ്? നല്ല ചൂടുണ്ടോ ചണ്ഡീഗഡിൽ? ഇതിപ്പോ സമ്മേളനം തുടരുകയാണ്. അതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുവെന്ന് അറിയുന്നു. ആദിൽ പാലോട്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചണ്ഡീഗഡിൽ വെയില് തുടങ്ങിയിട്ടുണ്ട്, ചൂട് തുടങ്ങിയിട്ടുണ്ട്. സമാനമായി ഇന്ന് സംഘടനാ റിപ്പോർട്ടും രാഷ്ട്രീയകാര്യ റിപ്പോർട്ടും ഒക്കെ അവതരിപ്പിച്ച് ചർച്ചയ്ക്കും ചൂട് പിടിക്കും ഈ പ്രതിനിധി സമ്മേളനത്തിൽ എന്നുള്ളതാണ്. ഇന്നാണ് പ്രതിനിധി സമ്മേളനം. ഇന്നലെ പൊതുസമ്മേളനമായിരുന്നു. പ്രതിനിധി സമ്മേളനം ഇന്നാണ് തുടങ്ങുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അല്ലെങ്കിൽ ഇടത് പാർട്ടികളുടെ ഒരു വിശാല ഏകീകരണം വേണം, ഐക്യം വേണം എന്നൊക്കെയുള്ള ചർച്ചകളുണ്ട്. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് CPM-ന്റെയും മറ്റ് ഇടത് പാർട്ടികളുടെയും ഫോർവേഡ് ബ്ലോക്കിന്റെയും CPM-ന്റെയും ഒക്കെ ദേശീയ ജനറൽ സെക്രട്ടറിമാർ, ദേശീയ നേതാക്കൾ ഇന്ന് പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. MA ബേബി അടക്കം അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സന്ദേശം കൂടി ഈ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുകയും ചെയ്യുന്നു. ഏതായാലും പ്രതിനിധി സമ്മേളനം ആരംഭിക്കുമ്പോൾ രാഷ്ട്രീയകാര്യ റിപ്പോർട്ട് വരുന്നു, സംഘടനാ റിപ്പോർട്ട് വരുന്നു. അതിൽ ചില റിപ്പോർട്ടുകൾ ഇന്നലെ തന്നെ നമ്മൾ പുറത്തുവിടുന്നു. അതിന്റെ വിവരങ്ങൾ ഇപ്പോൾ ഏറ്റവും പ്രധാനമായി രാഷ്ട്രീയകാര്യ റിപ്പോർട്ടിന്റെ ചില വിവരങ്ങൾ പുറത്തുവരികയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഈ പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധി സമ്മേളനം നടക്കുന്ന ഭാഗത്താണ്. ഇവിടെയൊക്കെ റെഡ് വോളണ്ടിയർമാർ അതിന്റെ ഒരുക്കങ്ങൾ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രാഷ്ട്രീയകാര്യ റിപ്പോർട്ടിൽ ചില സഖാക്കൾക്ക് പാർട്ടി വിരുദ്ധമായി സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നു എന്ന വിമർശനമുണ്ട്. പാർട്ടി അച്ചടക്കം വെല്ലുവിളിക്കപ്പെടുകയാണ്. അച്ചടക്ക നടപടി എടുക്കുന്നത് പരിഗണിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളുണ്ട്. പാർട്ടി സ്വത്തുക്കൾ പലതും വ്യക്തികളുടെ പേരിലാണ്, അത് പാർട്ടിയുടെ പേരിലേക്ക് മാറ്റണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. ഏതായാലും അങ്ങനെയുള്ള പല വിമർശനങ്ങളും രാഷ്ട്രീയകാര്യ റിപ്പോർട്ടിലും സംഘടനാ റിപ്പോർട്ടിലുണ്ട്. ഒരു കാര്യം കൂടി ചോദിച്ചാൽ പോകാം. അതിൽ D. രാജയുടെ അതാണ് D. രാജയുടെ കാര്യം ചോദിക്കാൻ വന്നതാ. D. രാജ ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഘടകങ്ങളുടെയൊക്കെ പിന്തുണ തേടിയെന്ന് അറിയുന്നു. 75 വയസ്സ്. ഉറപ്പായും. കാരണം ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം പരസ്യമായി തന്നെ ഒരു പ്രതികരണം നടത്തിയത് ആർക്കും വ്യക്തി ഏത് എന്ന പരിഗണനയല്ല. 75 വയസ്സ് പൂർത്തിയായോ, എന്നാൽ അദ്ദേഹം മാറി നിൽക്കുകയാണ് വേണ്ടത്. പാർട്ടി ഏത് വ്യക്തിയാണ്, ആരാണ്, എവിടെ നിന്നുള്ള ആളാണ് എന്നത് പരിഗണിക്കേണ്ട കാര്യമല്ല. അത് ഭരണഘടനയാണ്. പാർട്ടിക്ക് യുവത്വവും യൗവനവും ഊർജ്ജസ്വലതയും ആവശ്യമാണ്. അതുകൊണ്ടാണ് ഭരണഘടനയിൽ അങ്ങനെയുള്ളത്. അതുകൊണ്ട് പക്ഷേ ആ സമയത്തും D. രാജ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുമായി സംസാരിക്കുകയാണ്, പിന്തുണ തേടുകയാണ് ഇളവിന് വേണ്ടി. 75 പൂർത്തിയായ D. രാജ ഇളവ് ലഭിച്ചില്ലെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഈ പാർട്ടി കോൺഗ്രസോടെ മാറി നിൽക്കേണ്ടി വരും. ഓക്കെ, താങ്ക് യു. അതിലാണ് ചണ്ഡീഗഡിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ചണ്ഡീഗഡിൽ പോയിട്ടുണ്ടോ? പോയിട്ടില്ലെങ്കിൽ പോണം കേട്ടോ.